ശനിയും ഞായറും സ്കൂളില്ലാത്തതുകൊണ്ട് ഇന്ന് ലഞ്ച് വീഡിയോ ഇല്ല കേട്ടോ. ഇന്നതിന് പകരം ഞാൻ ഇന്ന് വീട്ടിൽ വെച്ച മീൻകറിയുടെ ഒരു ചെറിയ വീഡിയോ ആണ് ഇടുന്നത്. ഇന്നെനിക്ക് കിട്ടിയത് സിലോപ്പിയയും നന്തൽ അല്ലെങ്കിൽ കരിനന്തൽ എന്നൊക്കെ പറയുന്ന മീനാണ്. അത് വെട്ടിയെടുത്തു. അതിൽ സിലോപ്പിയ ഞാനൊരു 3 ഇടത്തരം 3 നോക്കി കറി വയ്ക്കാനെടുത്തു. ബാക്കി വറുക്കാനും പുരട്ടി വെച്ചു. സിലോപ്പിയ ഞാൻ തേങ്ങാക്കറിയാണ് വെക്കുന്നത്. തേങ്ങാക്കറി വെക്കാനായിട്ട് തേങ്ങ കുറച്ച് 2-3 കഷ്ണം ചെറിയുള്ളി, ഒരു നുള്ള് പെരുംജീരകം, ഒരു നുള്ള് ഉലുവായി ചേർത്ത് അരച്ചു. അതിനകത്തേക്ക് പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചു വെച്ചു. എൻ്റെ അമ്മ ഇങ്ങനെ ഇതിനകത്ത് പെരുംജീരകവും ഉലുവായും ഒക്കെ ഇടാറുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവരും ഒന്നും ഇടണമെന്നില്ല. പിന്നെ അതിനകത്തേക്ക് ഇടാനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി, തക്കാളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില എനിക്കിവിടെ വീട്ടിൽ തന്നെ ആവശ്യത്തിന് കറിവേപ്പില ഉണ്ട്. അതുകൊണ്ട് ഇഷ്ടം പോലെ നമുക്ക് ഇടാൻ പറ്റും. പിന്നെ ഈ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുത്തു. ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതുവഴി മീൻകാരൻ പോയി കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് നല്ല ഫ്രഷ് മീൻ ഒക്കെ തരുന്ന ഒരു ഇക്കയുണ്ട്. ആ ഇക്കയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. 1/2 കിലോ കൊഞ്ച് 150 രൂപയായിരുന്നു. നല്ല പച്ച കൊഞ്ചായിരുന്നു. അപ്പോൾ പിന്നെ മീനിനൊക്കെ വിലയാണല്ലോ. അപ്പം 1/2 കിലോ 150 രൂപ അത്ര കൂടുതലൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ 400 രൂപയൊക്കെ ഉണ്ടായിരുന്നു കിലോയ്ക്ക്. പച്ചക്കറിയെല്ലാം അരിഞ്ഞെടുത്തു. തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തു. അതിൻ്റെ കൂടെ ഒരു 3-4 കഷ്ണം കുടംപുളിയും കൂടെ എടുത്തു. പിന്നെ കറി വെക്കാനുള്ള മീനെല്ലാം മുറിച്ചു. ഒരു 3ആയിട്ട്, തല കൂടാതെ 3ആയിട്ട് മുറിച്ചാണ് എടുത്തത്. പിന്നെ സിലോപ്പിയ എങ്ങനെ മുളക് കറി വേണേലും തേങ്ങാക്കറി വേണേലും വെക്കാം. എങ്കിലും ഇവിടെ എല്ലാവർക്കും കുറച്ചും കൂടി ഇഷ്ടം തേങ്ങാക്കറിയാണ്. ചേട്ടനൊക്കെ കുറച്ചുകൂടി ഇഷ്ടം തേങ്ങാക്കറിയാണ്. അപ്പോൾ ചട്ടി എടുത്തു. അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഇഞ്ചി, പച്ചമുളകെല്ലാം ചേർത്തു. അതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഇളക്കി അടുപ്പത്തേക്ക് വെച്ചു. ഇനി അതൊന്ന് അരപ്പൊന്ന് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് മീനിട്ടാൽ മതി. ഈ മീനിന് വലിയ വേവൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കത് തിളച്ച് കഴിഞ്ഞിട്ടാൽ മതി. പിന്നെ അതൊന്ന് ഇടത്തരം തീയിൽ അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ അരപ്പെല്ലാം ഒന്ന് വറ്റി നമ്മുടെ ആവശ്യത്തിനുള്ള അരപ്പ് ആ ഒരു കുറുക്കമൊക്കെ കറക്റ്റ് ആകുമ്പോഴത്തേക്കും നിർത്താവുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കഷ്ണമെല്ലാം ഇട്ടു. അതൊക്കെ ഒന്ന് പിന്നെ ചാറിനകത്ത് മുങ്ങിക്കിടക്കുന്ന പോലെ ആക്കിയിട്ട് അത് അടച്ചു വെച്ചു. ഇനി അത് നമുക്ക് ആവശ്യത്തിന് കുറുകി കഴിയുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഞാൻ വറുക്കാനെടുത്തത് കരിനന്തനാണ്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മസാലയെല്ലാം ഇട്ടു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കേട്ടോ. പിന്നെ നാരങ്ങാനീരാണ് നല്ലത്. പക്ഷേ ഇപ്പോൾ എൻ്റെ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു. അപ്പോൾ കുറച്ച് മസാല മതി ഇതിന്. ഒരുപാട് മസാല ആയാലും ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് തിരണ്ടിരിക്കത്തക്ക പോലെ മതി ഇതിന് മസാല. അപ്പം ഞാനത് പുരട്ടി വെച്ചപ്പോഴത്തേക്കും മീൻകറി റെഡിയായി. ഞാൻ അതിൻ്റെ തീയൊക്കെ ഓഫ് ചെയ്തു. ഇത് അടച്ചു വെച്ചു. എന്നിട്ട് മീൻ വറുക്കാൻ വെച്ചു. മീൻ ഞാൻ കുറച്ച് എണ്ണയ്ക്കകത്താണ്, കുറച്ച് വെളിച്ചെണ്ണയെ ഒഴിച്ചുള്ളൂ ഞാൻ കേട്ടോ. സത്യത്തിൽ കരിനന്തൽ നല്ല കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പക്ഷേ അന്നേരം ആ എണ്ണ ബാക്കി വന്നാൽ നമ്മളത് വീണ്ടും ഉപയോഗിക്കണ്ടേ. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് എണ്ണ ഉപയോഗിച്ചാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് കുറച്ച് മെനക്കേടാണ്, എങ്കിലും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ വറുത്ത് കോരി. ഇത് കുറച്ചൊരു നല്ലോണം ഒന്ന് വറുത്ത് കോരണം, ഇല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പാടില്ല. പിന്നെ അപ്പം ഇത് മോൻ്റെ പ്ലേറ്റാണ് കേട്ടോ. മോന് മീൻകറിയും മീൻ വറുത്തതും മാത്രം മതിയാകും. കുറച്ച് അവിയൽ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ അവന് അവിയലൊന്നും അത്ര താല്പര്യമുള്ള കൂട്ടത്തിൽ അവിയൽ കഴിക്കത്തില്ലെന്ന് തന്നെ പറയാം. കൊടുത്താലും അതവിടെ സൈഡിൽ വെച്ചിരിക്കും. ഞാൻ വഴക്കൊക്കെ പറയും. പക്ഷേ പണ്ട് ഇച്ചിരി ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ അവിയലും സാമ്പാറും ഒന്നും കഴിക്കത്തില്ലായിരുന്നു. ഇപ്പം പക്ഷേ അവന് വഴക്ക് പറയുമ്പോൾ എനിക്ക് ചിരി വരും. പണ്ട് ഞാൻ ചെയ്യത്തില്ലായിരുന്നല്ലോ. പക്ഷേ പിന്നെ വലുതായി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഇപ്പോൾ സാമ്പാറും അവിയലുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവൻ തോരനൊക്കെ കൂട്ടും. പക്ഷേ അവിയൽ അത്ര താല്പര്യമില്ല. അപ്പം മീൻകറിയും മീൻ വറുത്തതും കൂട്ടിയാണ് അവൻ കഴിക്കുന്നത്. അപ്പോൾ സിലോപ്പിയ കറി കുഴപ്പമില്ലായിരുന്നു. തേങ്ങാക്കറി വെച്ചത് കുഴപ്പമില്ലായിരുന്നു. ഈ സിലോപ്പിയ പിന്നൊരു സോഫ്റ്റ് ടെക്സ്ചറൊക്കെ ആണല്ലോ. അതുകൊണ്ട് അതിന് ടേസ്റ്റാണ്.